ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. അങ്ങനെ വീണ്ടും നമ്മളൊരു പുതിയ ഷോറൂമിൽ. അർജുൻ ബ്രോ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അടിച്ചു പൊളിക്കാൻ നമുക്ക് ഓട്ടോ വെഞ്ചറിലുള്ളത്. ഫസ്റ്റ് തന്നെ ഈ ഒരു നെക്സോണിന്റെ ഈ ഒരു കളർ കാണുമ്പോൾ, ഈ ഒരു മഞ്ച് കാണുമ്പോൾ എങ്ങനെയാണ് മോനെ എടുക്കാതെക്കാൻ പറ്റുക? വെറും 20,000 കിലോമീറ്റർ ഓണർഷിപ്പ്, സിംഗിൾ ഓണർഷിപ്പ്. ഏതാ മോഡൽ പറഞ്ഞത്? 2022 മോഡൽ. 2022 മോഡൽ. കമ്പനി വാറന്റി ഇനിയും ബാക്കി നിൽക്കുക ഒരു വണ്ടി. അതേപോലെ തന്നെ നിങ്ങൾ I10 ഓട്ടോമാറ്റിക് വേണമെങ്കിൽ അതും സർവീസൊക്കെ കഴിഞ്ഞ് കമ്പനി വാറന്റി ഇനിയും ബാക്കി നിൽക്കുന്ന ഒരു വണ്ടി. പിന്നെ അതേപോലെ തന്നെ വെനി വേണമെങ്കിൽ റെഡ് വേണമെങ്കിൽ റെഡ് തരാം, അല്ലെങ്കിൽ വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് തരാം. അൾട്രോസ് വേണമെങ്കിൽ ഡീസലും തരാം, പെട്രോളും തരാം. അൾട്രോസ് ഇത് ഏതാ മോഡൽ പറഞ്ഞത്? അൾട്രോസ് 2020 ഡീസൽ. എത്ര കൊടുക്കുക? നമുക്ക് 595 ഫുൾ ഓൺ ചെയ്ത് 595 ഫുൾ ഓൺ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോ തുടങ്ങുമ്പോൾ നമ്മൾ 625 പറഞ്ഞത്. അത് പ്രൈസിൽ നമ്മൾ വീണ്ടും ഒരു ഓഫർ ഇട്ടിക്കണ്. ഒരു 30,000 രൂപ വീണ്ടും കുറച്ചിട്ട് 595 ആക്കിയാണ്. 595 ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓണും ചെയ്ത് കൊടുക്കുക. ഞാൻ അതേപോലെ തന്നെ അൾട്രോസ് നിങ്ങൾക്ക് പെട്രോൾ വേണം. ഏതാ മോഡൽ പറഞ്ഞത്? പെട്രോൾ 2020 ഫുൾ ഓപ്ഷൻ വണ്ടി. 2020 ഫുൾ ഓപ്ഷൻ. എത്ര പറഞ്ഞത്? അത് 565, അതും ഫുൾ ഓൺ ചെയ്ത് 565 ഫുൾ ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്തായാലും പുതിയ പുതിയ ആളുകളും പുതിയ പുതിയ ആൾക്കാരൊക്കെ കാണാൻ വേണ്ടി നമ്മൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഓട്ടോ വെഞ്ചറിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മുടെ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് നമ്മളിവിടെ കണ്ണൂർ റോഡാണ് വരുന്നത്. കണ്ണൂർ റോഡ് പാവങ്ങാട് പറഞ്ഞ സ്ഥലം. കണ്ണൂർ റോഡ് പാവങ്ങാട്, അതായത് നമ്മുടെ കോഴിക്കോട് പാവങ്ങാട്. പാവങ്ങാട് നെക്സ ഷോറൂമിന്റെ തൊട്ടടുത്താണ് ഓട്ടോ വെഞ്ചർ. സൈഡിൽ തന്നെ പാവങ്ങാട് ബസ് സ്റ്റോപ്പിനോട് ചേർന്നിട്ടാണ് ഓട്ടോ വെഞ്ചറിലുള്ളത്. അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോ തുടങ്ങാൻ പോവാണ്. അപ്പൊ ഞാൻ എല്ലാ പ്രാവശ്യവും എല്ലാവരോടും പറയുന്ന മാതിരി തന്നെ നിങ്ങൾ എവിടുന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ പൂർണ്ണമായും ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. അപ്പോൾ ബാക്കി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അർജുൻ ബ്രോ, നമുക്ക് ഉണ്ടായതിന്റെ വെന്യൂ നാട് തുടങ്ങാം. കാരണം അത്യാവശ്യം മാർക്കറ്റ് നല്ല എൻക്വയറി ഉള്ള ഒരു റെഡ് വണ്ടിയാണ്. ഈ വെന്യൂവിന്റെ വണ്ടി അത്യാവശ്യം നല്ല മാർക്കറ്റും ഉണ്ട്. കളറാണ് ഹൈലൈറ്റ്. ഏതാ മോഡൽ വരുന്നത്? ഇത് 20 മോഡൽ 21 രജിസ്ട്രേഷൻ. 21 രജിസ്ട്രേഷൻ. പെട്രോൾ അല്ലേ വരുന്നത്? പെട്രോൾ 1 ലിറ്റർ ടർബോ SX മാനുവൽ. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 40,000. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഒന്നുമില്ല. അത്യാവശ്യം ടയർ ഉണ്ട്. നല്ല ഇന്ത്യയിലാണ്. 2021 മോഡലാണ് വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അല്ല, അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിന്റെ ഒരു വണ്ടി തന്നെയാണ് വരുന്നത്. പ്രൈസ് തന്നെ വരുന്നത്? പ്രൈസ് 8,60,000. എത്ര ലോൺ കയറും? ലോൺ നമുക്കൊരു 7 ലക്ഷം രൂപ വരെ ചെയ്യാം. ഒരു 1 lakh ഒക്കെ കൈമലുണ്ടെങ്കിൽ നമുക്ക് സുഖമായി വണ്ടി കൊടുക്കാം. കസ്റ്റമർ ബേസ് ആണ് കേട്ടോ, പ്രൊഫൈൽ ബേസ് ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ക്രെറ്റ അത്യാവശ്യം ഇതേമാതിരി തന്നെ നല്ല എൻക്വയറി ഉള്ള ഒരു വണ്ടിയാണ്. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഇത് പെട്രോൾ 2018 മോഡൽ SX പ്ലസ്. 2018 SX പ്ലസ് ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്റർ 60,000. റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല, കറക്റ്റ് കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇന്ത്യയിലൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. അത്യാവശ്യം ടയർ വരുന്നുണ്ട്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 9,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. എത്ര? 9,000 ആസ്കിംഗ് ആണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. 18 മോഡലാണ്, SX പ്ലസ് ആണ്, പെട്രോൾ ആണ്, സിംഗിൾ ഓണർ ആണ്. ഫുൾ ഓപ്ഷന്റെ തൊട്ടതായ SS പ്ലസ്. എത്ര ലോൺ കയറും ഇതിന്? നമുക്ക് എന്തായാലും ഒരു 8 രൂപ 8.5 ഒക്കെ മാക്സിമം ചെയ്യാം. 8.5. അതായത് ഒരു 1 lakh ഉണ്ടെങ്കിൽ ഈ വണ്ടി വെറുക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് എത്തിയോസ് ലിവ ഡുവൽ ടോൺ. കേരള ആണോ റിയ ആണോ? ഇത് ഒറിജിനൽ കേരള, പക്ക കേരള വണ്ടി. എത്ര ഓട്ടോ ഓടിക്കണ്? ഇത് 85,000 കിലോമീറ്റർ. 2017 മോഡൽ VD ഡീസൽ. 2018 അല്ലേ? 17 മോഡൽ. 2017 മോഡൽ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്റർ 85. റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല. KL28 എവിടെ കറക്റ്റ് അറിയോ? KL28 അറിയില്ല. പ്രൈസ് തന്നെ വരുന്നത്? പ്രൈസ് ഇത് നമ്മളെ 7,500 രൂപയാണ് ചോദിക്കുന്നത്. 7 ലക്ഷം രൂപ. എത്ര ലോൺ കയറും? ഇതിന് നമുക്ക് ലോൺ എന്തായാലും ഒരു 6 രൂപ റേഞ്ചിലൊക്കെ ആയിരിക്കും കയറുക. ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി പെടുന്ന ഇറക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന I20 ഡീസലോ പെട്രോളോ? ഇത് 2016 മോഡൽ പെട്രോൾ ആസ്റ്റ. 2016 ആസ്റ്റ പെട്രോൾ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 60,000 കിലോമീറ്റർ. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഒന്നുമില്ല. ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. എല്ലാ വണ്ടിയും നമ്മൾ ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഓക്കെ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് നമ്മൾ 5,700 ചോദിക്കുന്നത്. 5,70,000. എത്ര ലോൺ കയറും? ഒരു 4.25 റേഞ്ചിലൊക്കെ. 4.75. അതായത് ഒരു 1 lakh ഉണ്ടെങ്കിൽ വണ്ടി ഇവിടുന്ന് സുഖമായിട്ട് പർച്ചേസ് ചെയ്യാം. ഓക്കെ. ഇനി ടാറ്റ നെക്സോൺ വരുന്നുണ്ട്. ഇത് 2018 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക്. 2018 പെട്രോൾ ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്റർ 60,000. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഒരു വെറൈറ്റി കളർ അല്ലേ? ഒരു ബ്ലൂ ആൻഡ് ആഷ് അല്ലേ? ഒരു വെറൈറ്റി കളറാണ് വരുന്നത്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമ്മൾ ചോദിക്കുന്നത് 6.80 ചോദിക്കുന്നത്. 6,80,000. എത്ര ലോൺ കയറും? ഇത് നമുക്കൊരു 6 രൂപയ്ക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 80,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ടാറ്റ നെക്സോൺ ഓൾമോസ്റ്റ് നമുക്കൊരു 1 lakh കേബിൾ ഉണ്ടെങ്കിൽ ഒരു മുതൽ എല്ലാ വണ്ടികളും ഇറക്കാം. ഒരു 1 lakh എന്തായാലും കയ്യിൽ ഒരു കുറച്ച് ക്യാഷ് വേണം. പിന്നെ ചെറിയ വണ്ടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു 50 രൂപ റേഞ്ചിലേക്ക് ഇറക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഫോണിന്റെ എക്കോസ്പോർട്ട്. ഇത് 14 മോഡല്. ചെറിയ പൈസക്ക് നല്ല ഫീച്ചേഴ്സിൽ കിട്ടുന്ന നല്ലൊരു വണ്ടി അല്ലേ? ഏതാ മോഡൽ വരുന്നത്? ഇത് 14 മോഡല് ഡീസൽ. 2014 ഡീസൽ. ടൈറ്റാനിയം.
ഓൺഷിപ്പ് പറഞ്ഞത് ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 97,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ് ഒന്നുമില്ല. ഒന്നുമില്ല. നല്ല വൃത്തിയുള്ള ഒരു നല്ല നീറ്റാ വണ്ടി അല്ലേ? ടയർ ഉണ്ട്, കറക്റ്റ് സർവീസ് ആണ്. കിലോമീറ്റർ ഇപ്പോൾ 97 ഓടിയത് തന്നെ നമുക്ക് മീറ്ററിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അത്രയും ഫിറ്റുള്ള അത്രക്കും നല്ല നീറ്റുള്ള ഒരു വണ്ടി. ഓക്കെ, പ്രൈസ് ആണ് വരുന്നത് ഫൈനൽ ആയിട്ട്? പ്രൈസ് നമ്മൾ ആസ്കിങ് ചെയ്യുന്നത് 490 ആണ്. 490. എത്ര ലോൺ കയറും? ലോൺ നമുക്കൊരു 3.5 ചെയ്യാം. 3.5 ചെയ്യാം. അതായത് ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 1.5 ലക്ഷം ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മള് എന്താ പറയാ കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ചാട്ടോ വരിക. ചിലപ്പോ ഈ 1.5 ചിലപ്പോ കസ്റ്റമർക്ക് പ്രൊഫൈലും ട്രാക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ₹1 നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും, താഴോട്ട് ഇറക്കാൻ പറ്റും. ഓക്കെ. ഈ ഒരു ആൾട്രോസോ? ഇത് 2020 മോഡൽ ഡീസൽ. ഈ ഒരു ആൾട്രോസ് കാണുമ്പോൾ ഞാൻ അദ്ദേഹം പറയണാണ് ഒരു ചിപ്പിന്റെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാർ ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തൊരു വണ്ടിയാണ് ആൾട്രോസ്. വണ്ടി കാർ അവൈലബിൾ ആണ്, പക്ഷെ വണ്ടി ഇറങ്ങുന്നില്ല, ആ ഒരു ചിപ്പിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2020 മോഡൽ ഡീസലാണ് വരുന്നത്. ഓണർഷിപ്പ് എന്താ? ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്ററോ? 70,000 കിലോമീറ്റർ. വെറും 70,000 കിലോമീറ്റർ. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഒന്നുമില്ല. ഹിസ്റ്ററിക്ക് അവൈലബിൾ അല്ലേ? ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമ്മൾ 6.5 ഇട്ട പ്രൈസ്. 6.5. ഇത് നമുക്ക് മാക്സിമം ലോണും ചെയ്യാം കേട്ടോ. 6,25,000 മാക്സിമം ലോൺ. എത്ര ലോൺ ചെയ്യാം? നമുക്ക് ചിലപ്പോൾ ഒരു ₹6 അടുത്ത് തന്നെ ചെയ്യാം. 6 രൂപ അടുത്ത് ഒരു 25,000 ഉണ്ടെങ്കിൽ ഒരു ഡീസൽ ആൾട്രോസ് കൊണ്ട് സ്വന്തമാക്കാം. കളർ കാണുമ്പോൾ തന്നെ എടുക്കാൻ തോന്നും, അങ്ങനത്തെ ഒരു കളറല്ലേ? ഏതാ മോഡൽ വരുന്നത്? ഇത് 2022 മോഡല് XMS എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ? ഫുൾ ഓപ്ഷൻ അല്ല, മിഡിൽ ഓപ്ഷനിൽ സൺറൂഫ് വരുന്ന മോഡൽ. മിഡിൽ ഓപ്ഷനിൽ സൺറൂഫ് വരുന്ന ടൈപ്പ്. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്ററോ? 20,000 കിലോമീറ്റർ. ചെറിയ കിലോമീറ്റർ ഓടിച്ചിട്ടേ ഉള്ളൂ. റീപ്ലേസ് എന്താണ്ടോ? ഒന്നുമില്ല. കമ്പനി സർവീസ് ആണ്. നിലവിൽ 1 ഇയർ വാറന്റി ഉണ്ട്. കസ്റ്റമർക്ക് വേണമെങ്കിൽ 1 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇപ്പൊ സർവീസ് ചെയ്യേണ്ടതാ എത്തിയിട്ടുള്ളൂ. കമ്പനി സർവീസ് ചെയ്തിട്ട് അപ്പൊ വണ്ടി കൊണ്ട് കയറിയിട്ടുള്ളത്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 7,90 ആണ്. 7,90,000. എത്ര ലോൺ കയറും? നമുക്ക് ഒരു 7 ലക്ഷം രൂപ ലോൺ ചെയ്യാം. 7 ലക്ഷം രൂപ. ഒരു 90,000 ഉണ്ടെങ്കിൽ വണ്ടി പെടുന്ന സുഖമായി ഇവിടെ നടക്കാം അല്ലേ? ഓക്കെ, നമ്മൾ ഈ ഒരു മെനു കാണിച്ചല്ലേ? മെനു കാണിച്ചാണ്. ഈ ഒരു കിഡ് ഇത് ഓട്ടോമാറ്റിക് ആണോ അല്ലെ മാനുവൽ ആണോ? മാനുവൽ ആണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? 2020 മോഡൽ. 2020 കിഡ്. ഓണർഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 50,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്തുണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമ്മൾ 3.80 ആണ് ചോദിക്കുന്നത്. 3,80,000. എത്ര ലോൺ കയറും? ഒരു 3.25. ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ കിഡ്. ഇത് എത്ര സി സി ആയിരുന്നത്? 1 ലിറ്ററാ? ഇത് 1 ലിറ്റർ. 1 ലിറ്റർ ആണ് വരുന്നത്. എല്ലാം എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2016 മോഡൽ ഡെൽറ്റ പെട്രോൾ ആണ് വരുന്നത്. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണോ? റീപ്ലേസ് ഒന്നുമില്ല. എത്ര ഓട്ടോ ഓടിക്കുന്നത്? ഇത് 54. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ് ആണ് വരുന്നത്. പ്രൈസ് എങ്ങനെ കറക്റ്റ് വരുന്നത്? പ്രൈസ് നമ്മൾ 5.25 രൂപയാണ് ചോദിക്കുന്നത്. 5.25. നെഗോഷ്യബിൾ അല്ലേ? 16 മോഡലാണ്, ഡെൽറ്റ ആണ്, പെട്രോൾ ആണ് വരുന്നത്, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. എത്ര ലോൺ കയറും? നമുക്കൊരു 4.5 രൂപ റേഞ്ചിലൊക്കെ എന്തായാലും ചെയ്യാം, മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ ഈ ഒരു കിഡോ? ഇത് ഓട്ടോമാറ്റിക് ആണ്, 2016 മോഡൽ. 2016 ഓട്ടോമാറ്റിക് 1 ലിറ്റർ അല്ലേ വരുന്നത്? 1 ലിറ്റർ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 50,000. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് 3,60,000. എത്ര ലോൺ കയറും? ഒരു 3 ലക്ഷം രൂപ മാക്സിമം ലോൺ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ഐപ്പ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ വണ്ടികൾ അതൊക്കെ. ഈ ഒരു കിഡോ? ഇത് 2017 മോഡൽ RXT 1 ലിറ്റർ മാനുവൽ ആണ് വരുന്നത്. 2017 മോഡൽ. 2017. ഓണർഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ എത്ര ഓടിക്കുന്നത്? കിലോമീറ്റർ 43,000 കിലോമീറ്റർ. 40. ചെറിയ ഓട്ടം വന്നിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ് ഒരു ഡോർ മാറിയിട്ടുണ്ട്. ഏത് ഡോർ? മെയിൻ ഗ്ലാസ് എന്തെങ്കിലും? ഒന്നുമില്ല, ഡോർ മാത്രം. ഇതിന്റെ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ലല്ലോ. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 2.7 ആണ് ചോദിക്കുന്നത്. 2,70,000. 2017 കിഡ്. ചെറിയൊരു കിലോമീറ്റർ ഓടിയത് 2,70,000. മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം. അതൊരു 10,35,000 വണ്ടി സുഖമായിട്ട് ഇവിടെ നടക്കൂടെ? ഓക്കെ, ഈ ഒരു ആൾട്ടോ നമ്മൾ 2013 മോഡല് ആൾട്ടോ 800 LXi. 2013 മോഡൽ. 2013 ആൾട്ടോ LXi. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഇതിന്റെ ഡോറും ബോണറ്റും ഗ്ലാസും മാറിയിട്ടുണ്ട്. ഉള്ളിൽ അപ്രോൺ ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, മേജർ ഇല്ല. കമ്പനിയിൽ തന്നെയാണ് വർക്കുകളും കാര്യങ്ങളും എടുത്തത്. എന്തോ ഇതിന്റെ മുകളിലേക്കും വീണ സമയത്ത് മാറിയതാണ്. ഓക്കെ, ഓണർഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്ററോ? 60,000. റീപ്ലേസ്മെന്റ് പറഞ്ഞാൽ ഈ രണ്ട് മാത്രമേ ഉള്ളൂ, വേറെ അപ്രോണ് കാര്യങ്ങളൊന്നും ഇല്ല. പ്രൈസ് ആണ് വരുന്നത് ലാസ്റ്റ് ഫൈനൽ? 2 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 2 ലക്ഷം രൂപ. 2016 ഓണർഷിപ്പ് 60,000 കിലോമീറ്റർ ഓടിച്ചത് 2 ലക്ഷം രൂപ. എത്ര ലോൺ കയറും? നമുക്ക് 2 ലക്ഷം രൂപ ചിലപ്പോൾ കിട്ടാൻ മതിയോ? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ നമ്മൾ ഉള്ളിലേക്ക് കയറാം. ഫസ്റ്റ് തന്നെ ഉണ്ടായിന്റെ വെന്യൂ കാൽപ്പാന്ന് കോഴിക്കോട് രജിസ്ട്രേഷൻ, കാൽപ്പാന്ന് BR അല്ലേ? BR എന്ന് പറയുമ്പോൾ 19 മോഡൽ. 2019 മോഡൽ. പെട്രോൾ അല്ലേ വരുന്നത്? പെട്രോൾ. പുറത്ത് നമ്മൾ കണ്ട റെഡ് വണ്ടിന് സെയിം ഓപ്ഷൻ. 2019 മോഡൽ SX 1 ലിറ്റർ ടർബോ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്റർ സെക്കൻഡ് ആയിരുന്നത് സിംഗിൾ ആണ് വരുന്നത്. കിലോമീറ്ററോ? കിലോമീറ്റർ 30,000 കിലോമീറ്റർ.
ഹിസ്റ്ററിക്ക് അവൈലബിൾ അല്ലേ? ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 8 രൂപയാണ് ചോദിക്കുന്നത്. 8 ലക്ഷം രൂപ. ലോണോ? ലോൺ നമുക്കൊരു 7 ലക്ഷം രൂപ ആസ്കിംഗ് പ്രൈസ് അല്ലേ വരുന്നത്? ആസ്കിംഗ് പ്രൈസ് ആണ്. ഇനി എന്തായാലും പ്രൈസ് നെഗോഷ്യബിൾ എന്തായാലും നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കും. ഓക്കെ. എത്ര ലോൺ കയറും? ലോൺ നമുക്കൊരു 7-7.5 വരെ ചെയ്യാം. അതായത് ഒരു 1 ലാക്ക് ഉണ്ടെങ്കിൽ ഒരു 1 ലാക്ക് എന്താ വലിയ വണ്ടികളിൽ പോകുമ്പോൾ എന്തായാലും ഒരു 1 ലാക്ക് റേഞ്ചിൽ കാണേണ്ടി വരും. ചെറിയ വണ്ടികൾ നമുക്ക് മാക്സിമം ലോണിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഒരു സാൻഡ്രോ വീണ്ടും റീലോൺ ചെയ്തിട്ട് ഒരു വെറൈറ്റി വണ്ടി. പക്ഷെ വണ്ടി കമ്പനി ഇപ്പൊ നിർത്തി നിന്നോണ്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ഇറങ്ങിയ വണ്ടി അത്യാവശ്യം നല്ല മാർക്കറ്റ് ഉള്ള വണ്ടിയാണ് കേട്ടോ. വീണ്ടും അത്യാവശ്യം എൻക്വയറി വന്നിട്ടുണ്ട്. വണ്ടികൾ അത്യാവശ്യം ചെറിയ വിലക്ക് കിട്ടും. ഇതിന്റെ 19 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. 43,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ചെറിയ ഓട്ടം വന്നിട്ടുള്ളൂ. 43 വന്നിട്ടുള്ളത്. സെക്കൻഡ് ഓണർ 2019 മോഡൽ. 2019 റീപ്ലേസ്മെന്റ് എന്താ? ഒന്നുമില്ല. 390 നമ്മൾ 3,90,000. എത്ര ലോൺ കയറും? മാക്സിമം ലോണിൽ ചെയ്യാൻ പറ്റും. മാക്സിമം ലോണിൽ ചെയ്യാം. മാക്സിമം ചെയ്ത് കൊടുക്കാം. അതായത് ഒരു 40,000-40,000 ഉണ്ടെങ്കിൽ വണ്ടി ഇവിടെ നടക്കാം. സുഖമായിട്ട് വണ്ടി ഇവിടെ നടക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ 2 ഹോണ്ട അമേസ് വരുന്നുണ്ട്. രണ്ടും ഡീസലാണോ പെട്രോളാണോ? പെട്രോൾ. രണ്ടും പെട്രോളാണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത് ഈ ഹോണ്ട അമേസ്? ഇത് 19 മോഡൽ SMT. 2019 മോഡൽ. റീ ആണോ അല്ലെങ്കിൽ ഒറിജിനൽ കേരള വണ്ടി? ഓണർഷിപ്പ് ആണത്? ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്ററോ? കിലോമീറ്റർ 50,000 ഓടിച്ചിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ഹിസ്റ്ററി കറക്റ്റ് പക്ക ഹിസ്റ്ററി. ഈ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് വണ്ടികൾ കണ്ടാൽ മനസ്സിലാവും. എല്ലാ വണ്ടികളും അത്യാവശ്യം അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. പുറത്തുള്ള വണ്ടികൾ ക്വാളിറ്റി ഇല്ലാന്നല്ല കേട്ടോ. നമുക്ക് കസ്റ്റമർ ടെസ്റ്റ് ഡ്രൈവ് ചോദിക്കുന്ന സമയത്ത് 100% ഗ്യാരണ്ടി എടുക്കാൻ പറ്റിയ വണ്ടികളാണ് ഇതിന്റെ ഉള്ളിൽ കിട്ടുന്നത്. ഓക്കെ. ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് പ്രൈസ് ചോദിക്കുന്നത് 6,500. 6,15,000. 6,20,000. എത്ര ലോൺ കയറും? ഇത് നമുക്കൊരു 5 രൂപക്ക് ചെയ്യാം. 5 രൂപയ്ക്ക് ലോൺ ചെയ്യാം. 5 രൂപ. അതായത് 1.25 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി സുഖമായിട്ട് ഇവിടെ നടക്കാം. ഈ ഒരു അമേസ് നമ്മൾ ഇത് 2018 സെയിം ഓപ്ഷൻ തന്നെ SMT തന്നെ. ഓൺഷിപ്പ് സിംഗിൾ. കിലോമീറ്ററോ? കിലോമീറ്റർ 54. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 5.95. 5.95. മാക്സിമം ലോൺ കൊടുക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ അൾട്രോസ്. ഇത് പെട്രോളോ ഡീസലോ പറഞ്ഞത്? ഇത് പെട്രോൾ. പുറത്ത് നേരത്തെ ഇതേപോലെ ഒരു വണ്ടിയുണ്ട് 2020 മോഡൽ ഡീസൽ. ഇത് 20 മോഡൽ പെട്രോൾ. ആ വണ്ടി ഈ വണ്ടി നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. അത് പ്രൈസിൽ ചെറിയൊരു മാറ്റം വന്നു. ആ പ്രൈസിൽ മാറ്റം വന്നു. നമുക്ക് നെറ്റ് ആക്കിയിട്ട് അത് 2020 മോഡൽ ഡീസൽ സിംഗിൾ ഓണർ 70,000 കിലോമീറ്റർ. അത് 5.95 നമുക്ക് നെറ്റ് കൊടുക്കാം. 5.95 നെറ്റ് ആക്കി കൊടുക്കാം. 6,500 ആയിരുന്നു ചോദിച്ചത്. 5.95 5.95 ലാസ്റ്റ് ഫൈനലായിട്ട് കൊടുക്കാം. ഓക്കെ. ഇതെങ്ങനെ ഡീറ്റെയിൽസ് വന്നത്? ഇത് 2020 പെട്രോൾ. സെക്കൻഡ് ഓണർഷിപ്പ്. 70,000 കിലോമീറ്റർ സെയിം ഓപ്ഷൻ. എക്സെന്റ് വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? ഇത് നമുക്ക് ആ വണ്ടി പറഞ്ഞ പോലെ തന്നെ 5.65 ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. 5.65 ഫുൾ ഓൺ ആക്കി നമുക്ക് കൊടുക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഈ ഒരു ഐറ്റം ഏതാ മോഡൽ വരുന്നത്? ഇത് 2022 മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക്. ഗ്രാൻഡ് നിയോസ് ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 2022 ആണ് വരുന്നത്. ഓൺഷിപ്പ് സിംഗിൾ. കിലോമീറ്റർ 34,000 കിലോമീറ്റർ. ചെറിയ ഓട്ടോമാറ്റിക് ഉള്ളൂ. കമ്പനി വാറന്റി ഉണ്ടോ? നിലവിൽ ഇപ്പൊ 2026 വരെ കമ്പനി വാറന്റി ഉണ്ട്. ഒരു 3 കൊല്ലം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 2029 വരെ കമ്പനി വാറന്റി. ഇനി ബാക്കി നിലവിൽ 2026 വരെ വാറന്റി ഉണ്ട്. കസ്റ്റമർക്ക് എടുക്കുന്ന കസ്റ്റമേഴ്സിന് 3 കൊല്ലം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 2029 വരെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എന്തായാലും എടുക്കുന്ന ആൾക്കാർക്ക് ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ. ഇത് പ്രൈസ് ആണ് വരുന്നത്? ഇത് 6.90 ആണ് ചോദിക്കുന്നത്. 6,90,000. എത്ര ലോൺ കയറും? ഇത് നമുക്കൊരു 5.5 റേഞ്ചിലൊക്കെ. 5.5 റേഞ്ച്. അതായത് ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു വണ്ടി ഓട്ടോമാറ്റിക് ഐറ്റം ഇവിടെ നടക്കാം. ഈ ഡൗൺ പേയ്മെന്റ് കാര്യം പറയുന്നത് മൊത്തം കസ്റ്റമർ പ്രൊഫൈൽ ബേസ് ആയിട്ട് വരിക. അത് സിവിൽ ട്രാക്ക് ഇപ്പോ 50 ഫുൾ ഓൺ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ 50 വണ്ടി ഇറക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അത് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാവും. അതിനെ കുറിച്ച് 1.5 ആദ്യം പറഞ്ഞിട്ട് 1 ഇറക്കി കൊടുത്താൽ പ്രശ്നമില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ റേറ്റ് ആദ്യം അങ്ങനെ പറയുന്നത്. അതായത് ലോണിന്റെ എമൗണ്ട് കുറച്ച് കൂട്ടി പറയുന്നത്. കാരണം സിവിൽ ട്രാക്ക് കാര്യങ്ങളൊക്കെ റോങ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞു കസ്റ്റമർക്ക് ഓരോ പ്രൊഫൈൽ വെച്ചിട്ട് വണ്ടിക്ക് എത്ര മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും അത്രയും നമ്മൾ ചെയ്ത് കൊടുക്കും. ഓക്കെ. അർജുൻ ബ്രോ, ഈ ഒരു ഐറ്റന്റെ ഓഫർ ഉണ്ടോ? ഓഫർ ഉണ്ട്. എന്താ? എല്ലാ വണ്ടിക്കും ഓഫർ ഉണ്ട്. ഇത് 2019 മോഡല് i20 മാഗ്ന പ്ലസ് പെട്രോൾ ആണ് വരുന്നത്. ഓൺഷിപ്പ് വരുന്നത്? ഓൺഷിപ്പ് സിംഗിൾ. കിലോമീറ്ററോ? 43,000 കിലോമീറ്റർ. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പുതിയ 2 ടയർ ഉണ്ട്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ജസ്റ്റ് വണ്ടി വന്ന കോലാട്ടോ. ജസ്റ്റ് വണ്ടി ഇവിടെ നിർത്തിയിട്ടുള്ളൂ. കാരണം വീഡിയോയുടെ ഇടയിൽ കൂടി നമ്മൾ കയറ്റിയതാണ്. പ്രൈസ് ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര വരുന്നത്? 5.85. എന്നാലും ഓവർ പണിയൊന്നും കഴിക്കാനല്ലോ. ഒന്ന് വാഷ് ചെയ്യാനുള്ളൂ. വാഷ് ചെയ്തിട്ട് ഒന്ന് പോളിഷ് ചെയ്യാനുള്ളൂ അല്ലേ? ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര വരുന്നത്? 5.85 മീറ്റർ പ്രൈസ്. 5.85. എത്ര ലോൺ കയറും? നമുക്ക് ഒരു 5 രൂപയൊക്കെ മാക്സിമം ലോൺ. ഒരു 85,000 രൂപ ഉണ്ടെങ്കിൽ 2019 i20 ഇവിടുന്ന് സുഖമായിട്ട് ഇറക്കാം അല്ലേ? ആൾട്ടോ അങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്. ഇത് 2009 മോഡല്. പുതിയ പേപ്പർ എടുത്താണോ? പുതിയ പേപ്പർ നമ്മൾ എടുത്തു കൊടുക്കും. കിലോമീറ്ററോ? കിലോമീറ്റർ 1.27. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. പ്രൈസ് അങ്ങനെ ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര?
നമ്മള് മറ്റേ വണ്ടിക്ക് ചോദിച്ച പ്രശ്നം 1.20 തന്നെ. 1.20 2009 പുതിയ പേപ്പർ 1.20 2009 പുതിയ പേപ്പർ എടുത്ത സിംഗിൾ ഓണർഷിപ്പ് ആൾട്ടോ 1.20 അല്ലേ? എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു മാറ്റം വരില്ലേ? നമ്മളിപ്പോ 5 വർഷത്തെ പേപ്പർ എടുത്ത് കൊടുക്കല്ലോ. മറ്റേ 24 വരെയാണ് പേപ്പർ. ഇതിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് 29 മറ്റേത് 29 വരെ പേപ്പർ. 29 വരെ പേപ്പറുള്ളത്. ഓക്കെ, നമുക്ക് ആ ഒരു ആസ്പർ നോക്കിയാലോ? അടുത്തത് ഫോർഡിന്റെ ആസ്പർ. ഏതാ മോഡൽ വരുന്നത്? കേൾപ്പാന്ന് കോഴിക്കോട് രജിസ്ട്രേഷൻ. 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഡീസലാണ് വരുന്നത്. ഓപ്ഷൻ 6 എയർ ബാഗ് വരുന്ന മോഡൽ. 6 എയർ ബാഗ്. അതായത് ഫോർഡിന്റെ വണ്ടി എന്ന് പറഞ്ഞാൽ ചെറിയൊരു പൈസക്ക് നല്ലൊരു ഓപ്ഷൻ ഉള്ള വണ്ടി. അതായത് ഏറ്റവും കൂടുതൽ ഓപ്ഷനും എയർ ബാഗ് ഒക്കെ ഉള്ള വണ്ടി. ക്വാളിറ്റി ഉണ്ടാവും, സേഫ്റ്റി ഉണ്ടാവും, പിന്നെ നല്ല മൈലേജും ഉണ്ട്. നല്ല മൈലേജും കിട്ടും. ഇത് 2017 പറഞ്ഞത്. 17 മോഡൽ. കിലോമീറ്റർ 1.10. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല, കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഹിസ്റ്ററിയൊക്കെ അവൈലബിൾ ഉള്ള വണ്ടി. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമ്മൾ റേറ്റ് ഇട്ടത് 4.70 ഇട്ടത്. നമുക്ക് എന്താ പ്രൈസ് നെഗോഷ്യബിൾ ആണ്? എത്ര ലോൺ കയറും? ഇതിന് പറഞ്ഞ മാതിരി ഒരു 4 രൂപ, ഒരു 3.5 രൂപ എന്തായാലും കിട്ടും. അതായത് ഒരു 1 lakh സുഖമായി വണ്ടി ഇവിടെ നടക്കാം. ഒരു ആൾട്ടോ അങ്ങനെ ഡീറ്റെയിൽസ് വന്നത്. ഇത് 2009 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. പുതിയ പേപ്പർ എടുത്താണ്. പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. 2029 വരെ പേപ്പർ ഉണ്ട്. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് LXi. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 77. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, നല്ല കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ലാസ്റ്റ് ഫൈനൽ എത്ര കയറും? 1.20 നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. 1.20. എന്നാലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. വെച്ചാൽ 2029 വരെ പേപ്പർ ഉണ്ട്. 77,000 കിലോമീറ്റർ ഇത്രയും കാലമായിട്ട് ഓടിയിട്ടുള്ള ജെന്യൂൻ കിലോമീറ്റർ ആണ്. പക്ഷേ വണ്ടി ക്വാളിറ്റി ഉണ്ടാകും, കറക്റ്റ് കാര്യം മനസ്സിലാവും. ഓക്കെ, അതായത് നമുക്ക് പ്രൈസിൽ എന്തായാലും ചെറിയൊരു മാറ്റം ഇനി വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ടാറ്റ ടിയാഗോ NRG അല്ലേ? NRG. ഇതാണ് ഡീറ്റെയിൽസ്. ഇത് 2019 മോഡൽ 20 രജിസ്ട്രേഷൻ. 19-20 രജിസ്ട്രേഷൻ. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 54,000 കിലോമീറ്റർ. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററിയൊക്കെ അവൈലബിൾ ആണ്. ഹിസ്റ്ററിയൊക്കെ അവൈലബിൾ ഉണ്ട്. ഓക്കെ, പ്രൈസ് ആണ് വരുന്നത്. പ്രൈസ് 4.75. 4,75,000. എത്ര ലോൺ കയറും? ഒരു 4 രൂപക്ക് ചെയ്യാം. ഒരു 75,000 ഉണ്ടെങ്കിൽ വണ്ടി ഇവിടെ നോക്കാം. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ ഡിസൈർ വരുന്നത്. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഇത് പെട്രോൾ. 13 മോഡല്. 2013 മോഡൽ VXi. ഓണർഷിപ്പ് ആണത്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 78,000. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ഹിസ്റ്ററിയൊക്കെ അവൈലബിൾ ആണ്. പ്രൈസ് ആണ് ലാസ്റ്റ് ഫൈനൽ 3.95 നമ്മൾ ചോദിക്കുന്നത്. 3.95 ലാസ്റ്റ് ചോദ്യം. ആസ്കിംഗ് അല്ലേ? ആസ്കിംഗ്. ഓക്കെ, എത്ര ലോൺ കയറും? ലോൺ നമുക്കൊരു 3 രൂപയ്ക്ക് ചെയ്യേണ്ടതാണ്. ഒരു 95,000 സുഖമായിട്ട് വണ്ടി ഇവിടെ നടക്കാം. 1,95,000 രൂപ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ഇറക്കാം. അത് അമേസ് കൊടുക്കാനുള്ള. അത് 2013 മോഡല് സിംഗിൾ ഓണർഷിപ്പ് SMT. 2013 സിംഗിൾ ഓണർഷിപ്പ് SMT. നല്ല 4 പുതിയ ടയറും അലവിലൊക്കെ ചെയ്ത അടിപൊളി വണ്ടി. കറക്റ്റ് സർവീസ് ആണ്. വേറെ തട്ടും മുട്ട് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര ഓട്ടോ ഓടിക്കണേ? ഇത് 70,000. എത്ര ലാസ്റ്റ് ഫൈനൽ ചോദ്യം? 3.70 നമ്മൾ ചോദിക്കുന്നത്. 75. 3,70,000. 75 പറഞ്ഞു. 3.70 കൊടുക്കാം. എത്ര ലോൺ കയറും? ഇത് 3 ലക്ഷം രൂപ ചെയ്യാം. 3 ലക്ഷം രൂപ. 13 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്. 70,000 കിലോമീറ്റർ. ടയർ നിങ്ങൾ നോക്കി 4 പുതിയ ടയറാണ്. നല്ല അലവിലൊക്കെ ചെയ്ത വണ്ടിയാണ്. ലാസ്റ്റ് 3.70 ഒരു 70,000 വണ്ടി ഇവിടെ സുഖമായിട്ട് ഇവിടെ നടക്കാം. ഓക്കെ, നമ്മൾ കറക്റ്റ് സ്പോട്ട് വിടാം അർജുൻ ബ്രോ. നമ്മളെ കറക്റ്റ് സ്പോട്ട് വരുന്നത് നമ്മൾ ഈ കണ്ണൂർ റോഡാണ് വരുന്നത്. കോഴിക്കോട് നിന്ന് കണ്ണൂർ റോഡ് പാവങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. പാവങ്ങാട് എന്ന സ്ഥലത്ത് തന്നെ. പാവങ്ങാട് നമ്മളെ ബസ് സ്റ്റോപ്പിനോട് NXL ഷോറൂമിന്റെ തൊട്ടടുത്താണ് നമ്മളെ ഷോറൂം വരുന്നത്. അപ്പൊ എന്തായാലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അടിയിൽ കൊടുക്കാം, നമ്പറും കൊടുക്കാം. അപ്പൊ എന്തായാലും അർജുൻ ബ്രോ അവർ വിളിക്കും, നിങ്ങൾ മാക്സിമം ചെയ്തു കൊടുക്കും.